ഹായ് വെൽക്കം ബാക്ക്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞു നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. ഞാൻ വിൻ്ററിൻ്റെ ആ ഒരു വെക്കേഷൻ സമയത്തൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇടാൻ വേണ്ടി പറ്റിയില്ല, അസുഖങ്ങളൊക്കെ കാരണം സൗണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ അതിൻ്റെ പുറകെയായി. പിന്നെ വേറെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആണ്. UAE ഇത്തവണ ഡിസംബറിൽ ജാനുവരിയിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു ഇത്തവണ. കുറേ അധികം ഞാനൊക്കെ നിൽക്കുന്ന ഏരിയയിൽ അങ്ങനെ മഴ അപ്പം കുറച്ച് കാലമായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. ഇത്തവണ അത്യാവശ്യം നന്നായിട്ട് മഴയൊക്കെ കിട്ടി. അപ്പം മഴയത്തുള്ള രാവിലത്തെ ഡ്രൈവൊക്കെയാണ് കേട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ. ഈ വീഡിയോയിൽ വിൻ്ററിലെ ആ ഒരു ഡിസംബർ മഴയത്തൊക്കെ ഉള്ള കുറച്ച് വിശേഷങ്ങളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. വിൻ്റർ വെക്കേഷൻ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇനി ഇൻഷാല്ലാ നോമ്പൊക്കെ വരില്ല, അപ്പോൾ നോമ്പിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന്. പിന്നെ ഈ വീഡിയോ എടുത്തു വെച്ചത് കാരണം എനിക്ക് ഈ വീഡിയോയോട് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ളത് കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇതൊന്ന് ഇടാം ഫസ്റ്റ്. എന്നിട്ട് ഉടനെ തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം, മീൻസ് റമദാൻ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ചുമയും തൊണ്ടവേദനയൊക്കെ കാരണം ഇപ്പോഴും സൗണ്ടൊന്നും അങ്ങോട്ട് ഫുള്ളായിട്ട് ശരിയായിട്ടില്ല, ഇടയ്ക്ക് ചുമയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ എല്ലാ തവണ വിൻ്ററിൽ ഒരു സ്ട്രോബെറിയുടെ സീസൺ ആകുമ്പോൾ എന്തായാലും സ്ട്രോബെറി ജാം 2-3 തവണയായിട്ട് ഉണ്ടാക്കും. അപ്പം ഇത്തവണത്തെ സ്ട്രോബെറി ജാം ഉണ്ടാക്കലാണിത്. ജാം ഞാൻ ഇത്തവണ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചധികം നല്ല സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി ടിഷ്യൂ പേപ്പറിൽ വെച്ച് ഉണക്കിയിട്ട് ഞാനതിങ്ങനെ എന്താ പറയുക അരിഞ്ഞെടുത്തിട്ടാണ് ജാം ഉണ്ടാക്കുക. മിക്സിയിലിട്ടിട്ട് അടിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കൂടെ തന്നെ നമ്മൾ കുറച്ചൊരു പ്ലം കേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസിലായത് കാരണം നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് കേക്കാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം ജാമും ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന് തന്നെ കേക്കും ഉണ്ടാക്കുന്നുണ്ട്. കേക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടൊരു ഞാനൊരു എപ്പോഴും കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം എല്ലാ തവണയും എല്ലാ ഇയറിലും ഒരു പ്ലം കേക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കും. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ മോൾക്കൊക്കെ അതിന് ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല, ഫ്രൂട്ട്സ് എല്ലാം പെറുക്കിയെടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇത്തവണയും ഞാനതുകൊണ്ട് ഒരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി. ഈ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ബേക്കിംഗ് പ്രൊസീജിയർ ഈ സ്റ്റെപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ലാസ്റ്റ് ഞാൻ മോളെ കൊണ്ടാണ് നട്ട്സ് ഇടിയിപ്പിച്ചത്. അപ്പോൾ ആളത് സെൻറ്ററിൽ മാത്രം ഇട്ടു, പിന്നെ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ബേക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ സമയമൊക്കെ ഏകദേശം ലേറ്റായി വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കിച്ചണിൽ ലൈറ്റും കുറവാണ്. വേഗം തന്നെ സ്ട്രോബെറി ജാമും കൂടി ഉണ്ടാക്കാം. ഞാൻ ജാം ബോട്ടിലാക്കുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ബാറ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല ഫോണിൽ, അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. കേക്ക് ഞാൻ ആയിക്കഴിഞ്ഞ് തണുത്തതിന് ശേഷം കേക്ക് നന്നായിട്ട് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ഒരു ദിവസം വെച്ചു. എന്നിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, നട്ട്സൊക്കെ ഇതിൻ്റെ ആ ഒരു സെൻട്രൽ പാർട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് ഞാൻ ഇത്തവണ സ്ക്വയർ ടൈപ്പിലുള്ള മോൾഡിലാണ് ബേക്ക് ചെയ്തിട്ടെടുത്തത്. റൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പ്രത്യേകിച്ച് പ്ലം കേക്കിൽ നട്ട്സും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്.
അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ സ്ക്വയറിലാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ സ്ക്വയറിലാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയാണ്. ഈ പ്ലം കേക്കിന് നമ്മളിതിൽ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്നത് കാരണം നല്ലൊരു സ്മെല്ലാണ്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് വീക്കെൻഡിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ ഞാൻ കേക്കും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുകയാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കൂടിയത്. ഇത്തവണത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലൊക്കേഷൻ അജ്മാനിലുള്ള ഒരു കോർണർ സൈഡിലുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടുത്തെ ആംബിയൻസ് അടിപൊളി, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് റമദാൻ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ബൈ.